എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് സാമ്പത്തിക തകർച്ച. ഒരു പക്ഷേ നമുക്ക് ജോലി ഉണ്ടാവും, വരുമാനം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമ്മളുടെ കയ്യിൽ പണം നിൽക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സുസ്ഥിരതയൊന്നും കൈവരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെ കുറിച്ചിട്ടാണ് പറയണത്. ഇതൊന്നും ആരും നെഗറ്റീവായിട്ട് എടുക്കരുത് കേട്ടോ. കാരണം നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഗൃഹത്തിലെ, നമ്മളുടെ കുടുംബത്തിലെ, നമ്മളുടെ വീടിൻ്റെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും ഒരു നല്ല ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ദൈവത്തിൽ നമ്മൾ ആരേനും ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ അല്ലെ അവരുടെ സമാധാനം നശിപ്പിക്കാനോ ഒന്നും വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളല്ല. അതായത് നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ടും വേണ്ട. നമ്മൾ വളരെ നല്ല രീതിയിൽ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ചില കർമ്മങ്ങളെ കുറിച്ചിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ സംസാരിച്ചിട്ടുള്ളത്. അക്കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ചിലർ വളരെ മോശമായിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആരെയും നശിപ്പിക്കുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ തകർക്കുന്ന രീതിയിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടും ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. നമ്മളുടെ ഗൃഹത്തിൽ ഒരു സാമ്പത്തിക പുരോഗതി, ഒരു ഉയർച്ച, പണത്തിൻ്റെ വർധനവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഗൃഹത്തിലൊരു സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചിട്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ട ദിവസങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളാണ്. ഇത്തരം ദിവസങ്ങളിൽ മാത്രം അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമാണിത് കേട്ടോ. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 5 രൂപേൻ്റെ നാണയങ്ങളാണ്. 5 രൂപേൻ്റെ നാണയങ്ങൾ മാത്രം എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു 100 ഗ്രാമെങ്കിലും കടുക് എടുക്കണം കേട്ടോ. കാരണം 5 രൂപേൻ്റെ കുറച്ച് നാണയങ്ങൾ എടുത്തു വയ്ക്കുക, 5 രൂപേൻ്റെ മാത്രം. അതുപോലെ തന്നെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ചില്ല് പാത്രമാണെങ്കിലും കുഴപ്പമില്ല, ഒരുപാട് വലുത് വേണ്ട. ഇപ്പോൾ കടുക് ഇട്ടതിന് ശേഷം നമ്മളുടെ നാണയം മൂടിക്കെടുക്കുന്ന രീതിയിൽ അത്രയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെയോ ചില്ലിൻ്റെ ഒരു പാത്രം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ കടുക്, 5 രൂപേൻ്റെ നാണയങ്ങൾ, പിന്നെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് ആവശ്യം ആയിട്ട് വരുന്ന വസ്തുക്കൾ കേട്ടോ. അപ്പോൾ ഇതൊരു താന്ത്രിക പരിഹാര കർമ്മം കൂടിയാണ്. 5 രൂപയുടെ നാണയം വെച്ചിട്ട് ചെയ്യുന്ന ഒരു താന്ത്രിക പരിഹാര കർമ്മം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടുക് നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മളുടെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കടുക് എടുക്കാൻ പാടില്ല. നമ്മളുടെ അടുക്കളയിൽ കടുക് എന്തിനാണ് വെച്ചിട്ടുള്ളത്? നമ്മളുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കടുക്. അപ്പം നമ്മൾ അടുക്കളയിൽ ഉപയോഗിച്ചതിൻ്റെ ബാക്കി കടുക് ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കരുത്. ഈ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം കടുക് ലൂസായിട്ടോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് കടുകോ മറ്റോ മേടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ കടുക് ആദ്യം എടുത്തു വയ്ക്കുക, പിന്നെ 5 രൂപയുടെ കോയിന് കളക്ട് ചെയ്ത് വയ്ക്കുക, ഒരു ചെറിയ പാത്രം എടുക്കുക. ഇത്രയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസം സമർപ്പിച്ചിട്ട് ഇത്തരൊരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും നമ്മളുടെ കർമ്മത്തിന് ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ടൊരു കാര്യം ചെയ്താൽ മാത്രമേ അതിന്നൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അല്ലാതെ ദൈവത്തിനെ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നതിനെ പുച്ഛിച്ച് തള്ളാനോ വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ഇത്തരം കർമ്മങ്ങൾ അനുഷ്ഠിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം ഇപ്പോൾ ഒരു മാസം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മാസം ഞാൻ കൂട്ടണില്ല, നവംബർ നമ്മൾ തുടങ്ങുകയാണ്. നവംബറിലാണ് ഇപ്പോൾ നമ്മൾ ഈ കർമ്മം അനുഷ്ഠിക്കാൻ പോണത്. അന്നേരം അതിൽ ആദ്യത്തെ ചൊവ്വാഴ്ച നിങ്ങൾക്ക് രാവിലെ വൈകിട്ടോ ഈ കർമ്മം ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ രാവിലെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയണത്. നവംബർ മാസത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും ചെയ്യാം കേട്ടോ. ഇപ്പം നാളെ മുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാം. കറക്റ്റ് ഒരു മാസമാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ട കാലാവധി അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയണത്. അപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ടാണ് നവംബർ എടുത്തുള്ളത് കേട്ടോ.
അത് എടുത്തു പറയുകയാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ പോണത് ഇനിയിപ്പോൾ വരണ ചൊവ്വാഴ്ചയാണെങ്കിൽ, അപ്പോൾ ചൊവ്വാഴ്ച ദിവസം രാവിലെ കർമ്മം ചെയ്യുന്നവരാണെങ്കിൽ പുലർച്ചെ 6-നും 7-നും ഇടയ്ക്കുള്ള ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് നമ്മൾ എന്താ പറയുക, കുളിച്ച് ശുദ്ധിയോട് കൂടിയിട്ട് തന്നെ വന്നിട്ട് ഒരു പാത്രം എടുക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ പാത്രം എടുക്കുക. ആ പാത്രത്തിലേക്ക് എന്താ പറയുക, കടുക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം എന്നുള്ളതൊരു കണക്കിന് പറയുകയാണ്. ഒരു 100 ഗ്രാം കടുക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 5 രൂപ എടുത്തിട്ട് നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക. 5 രൂപയുടെ കോയിൻ എടുത്തിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക. എൻ്റെ കടങ്ങളൊക്കെ മാറ്റിത്തരണേ, എനിക്കൊരു സാമ്പത്തിക എന്താ പറയുക ഭദ്രത ഉറപ്പ് വരുത്താൻ സാധിക്കണേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണേ, ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നല്ലപോലെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇഷ്ടദേവൻ ആരാണോ ആളെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾ ആ 5 രൂപ കടുകിൽ താഴ്ത്തി വെക്കണം. പൂഴ്ത്തി വെക്കുക എന്ന് പറയില്ലേ നമ്മൾ, പൂഴ്ത്തി വെക്കുക. കോയിൻ കാണാത്ത രീതിയിൽ പൂഴ്ത്തി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചൊവ്വാഴ്ച ഫസ്റ്റ് ചെയ്ത്, പിന്നെ ചൊവ്വ കഴിഞ്ഞ് അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഇതേ കർമ്മം റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ 1 മാസം നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ പറ്റാത്തവരാണ്, അപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് ഈ കർമ്മം ചെയ്യാം. വൈകിട്ട് നിങ്ങൾ അതേ ദിവസം തന്നെ, ഈ വരുന്ന ചൊവ്വാഴ്ച രാവിലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രി നിങ്ങൾക്ക് ഇതേ കർമ്മം ചെയ്യാം. 8 മണിക്കും 9 മണിക്കും ഇടയിൽ, രാത്രിയാണെങ്കിൽ 8 മണിക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്ത് നിങ്ങൾക്ക് ഇതേ കർമ്മം ചെയ്യാം. അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക, അതിലേക്ക് കടുക് പൊട്ടിച്ചിടുക, എന്നിട്ട് അതിലേക്ക് പ്രാർത്ഥിച്ചിട്ട് ഈ 5 രൂപേൻ്റെ കോയിന് മുക്കി വയ്ക്കുക. അതായത് പൂഴ്ത്തി വയ്ക്കുക, പുറത്തേക്ക് കാണാത്ത രീതിയിൽ പൂഴ്ത്തി വയ്ക്കുക. അപ്പോൾ ഇതേ കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഈ കർമ്മം തുടങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചൊവ്വാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ച, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഈ കർമ്മം തുടർച്ചയായിട്ട് ചെയ്യണം. മുടങ്ങി പോകരുത്. മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം നഷ്ടപ്പെടും. ദോഷമൊന്നും ഉണ്ടാവില്ല, പക്ഷേ നമുക്കതിൻ്റെ ഫലം നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം മുടങ്ങാതെ 1 മാസം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പീരീഡ്സും കാര്യങ്ങളും ഒന്നും ഈ കർമ്മത്തിനൊരു വിഷയമല്ല. അശുദ്ധിയൊന്നും ഈ കർമ്മത്തിന് പ്രശ്നമല്ല കേട്ടോ. അക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ചൊവ്വാഴ്ച നമ്മൾ ഈ കർമ്മം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചൊവ്വയും വെള്ളിയും അങ്ങനെ കറക്റ്റ് 1 മാസം എന്ന് പറയുമ്പോൾ 4 ആഴ്ചയിൽ ചൊവ്വയും വെള്ളിയും പെടുന്നുണ്ടല്ലോ, അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. 1 മാസം എന്ന് പറയുമ്പോൾ കണക്ക് കൂട്ടി വെക്കുക നിങ്ങൾ. ഒരാഴ്ചയിൽ തന്നെ 2 ദിവസം വരുന്നുണ്ട്. അങ്ങനെ 1 മാസത്തിൽ കറക്റ്റ് എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടി വെക്കുക. അതിനനുസരിച്ചുള്ള കോയിനൊക്കെ കളക്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ കടുക് മാറ്റൊന്നും വേണ്ട. ആ കടുകിലേക്ക് തന്നെ ഇത്രയും കോയിന് പൂഴ്ത്തി വെച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ അതിനനുസരിച്ച് കടുക് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 1 മാസത്തിന് ശേഷം വരുന്ന ആദ്യത്തെ 1 മാസം നമ്മൾ ഈ കർമ്മം ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആദ്യത്തെ ചൊവ്വാഴ്ച ഉണ്ടാവില്ലേ, ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ അത് ഏത് ദിവസം ആവാം. നമ്മളിപ്പോൾ ഈ ഒരു കർമ്മം ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ചൊവ്വയും വെള്ളിയും നമ്മൾ ഈ കോയിന് ഈ കടുകുന്ന് എടുക്കണം. 1 മാസത്തിന് ശേഷം ഈ കോയിന് ഈ കടുകുന്ന് എടുത്തിട്ട് നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ അമ്പലത്തിലെ കാണിക്കവഞ്ചി ഉണ്ടാവില്ലേ, ഭണ്ഡാരത്തിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാം. അല്ലാത്ത പക്ഷം അത് ദാനം ചെയ്യാം. ആർക്കെങ്കിലും ദാനം ചെയ്യാം. അല്ലാത്ത പക്ഷം അമ്പലത്തിലെ കാണിക്കവഞ്ചിയിൽ കൊണ്ടിട്ട് നിക്ഷേപിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഈ ചൊവ്വാഴ്ച, ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ പറയണത് ഒരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുതലാണ് നമ്മളിപ്പോൾ ഈ കർമ്മം ചെയ്യണമെങ്കിൽ ഒരാഴ്ചയിൽ 2 ദിവസം ചൊവ്വയും വെള്ളിയും ഈ കർമ്മം തുടർച്ചയായിട്ട് ചെയ്യണം. രാവിലെയോ വൈകിട്ടോ ആണ് ചെയ്യേണ്ടത്. രാവിലെ ചെയ്യാൻ പറ്റാത്തവർക്ക് വൈകിട്ട് ചെയ്യാം. വൈകിട്ട് അല്ലെങ്കിൽ രാവിലെയാണ് ചെയ്യാൻ പറ്റണമെങ്കിൽ രാവിലെ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചൊവ്വയും വെള്ളിയും ഈ കർമ്മം ചെയ്യണം. 1 മാസം അടുപ്പിച്ച് ഈ കർമ്മം ചെയ്യണം. 1 മാസത്തിന് ശേഷം നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള കടുകിൽ നിക്ഷേപിച്ചിട്ടുള്ള ഈ കോയിന്, പൂഴ്ത്തി വെച്ചിട്ടുള്ള ഈ കോയിന് അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾ ദാനം ചെയ്യുക. ഒന്നുമില്ലേ കാണിക്കവഞ്ചിയിൽ നിക്ഷേപിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം 1 മാസം എന്ന് പറയുമ്പോൾ 40 കോയിനോളം ഉണ്ടാവും കേട്ടോ. അതിൽ 5 രൂപേൻ്റെ തുട്ടല്ലേ, 5 രൂപേൻ്റെ കോയിനായിരുന്നു ഏകദേശം അതൊരു 40 രൂപയോളം വരും. അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും. കടുകിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നമ്മളുടെ ഗ്രഹത്തിലുള്ള നെഗറ്റീവ് എനർജീനെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മളുടെ ഗ്രഹത്തിലൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന വസ്തുവാണ് കടുക്. അതുപോലെ തന്നെ നാവേറ്, കണ്ണീറ് തുടങ്ങിയ വിളിദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് നമ്മൾ കടുക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ കടുകിന് ഒട്ടനവധി പ്രാധാന്യമുള്ള വസ്തുവാണ്. പിന്നെ ഒരു പൈസേൻ്റെ മൂല്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഗൾഫിലൊക്കെ ആണെച്ചെങ്കിൽ, ഗൾഫിലോ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ
അവിടുത്തെ മൂല്യമുള്ള കോയിന് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ കേട്ടോ. ഒരിക്കലും നമ്മളുടെ നാട്ടിൽ 5 രൂപ എടുക്കരുത്. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ നാട്ടിലെ മൂല്യമുള്ള കോയിൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ത്യയിൽ നിൽക്കുന്ന ആൾക്കാരാണ് 5 രൂപേൻ്റെ കോയിൻ എടുക്കേണ്ടത്. അക്കാര്യം ഞാൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്തിട്ട് നിങ്ങൾക്ക് ഫലം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വിവരം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.